ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റിന്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായി കാണണം, എന്നിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമുക്ക് ബർഫിയുടെ ഇൻഗ്രീഡിയൻസിലേക്ക് കടക്കാം. ഇതിനായി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ടീ കപ്പാണ് മെഷർ ചെയ്യുന്നതിന് വേണ്ടി. അപ്പോൾ നിങ്ങൾ എന്തിലാണോ മെഷർ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ ഇൻഗ്രീഡിയൻസും മെഷർ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് ഇതിൽ ആവശ്യമായിട്ടുള്ളത് 1 കപ്പ് പഞ്ചസാര, 3/4 കപ്പ് മൈദ, 1/4 കപ്പ് നെയ്യ്, 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി, അതുപോലെ തന്നെ ക്രഷ് ചെയ്ത നട്ട്സ് ആണ്. അപ്പോൾ ഞാൻ യൂസ് ചെയ്തത് ആൽമണ്ടും അതുപോലെ കാഷ്നട്ടുമാണ്. ഇനി നമുക്കിത് തയ്യാറാക്കുന്ന വിധം നോക്കാം. ആദ്യം തന്നെ നമുക്ക് പാൻ ഒന്ന് ചൂടാക്കാൻ വെക്കാം. പാൻ ചൂടായി വരുന്നുണ്ട്, അതിലേക്ക് നമുക്ക് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ നെയ്യ് നന്നായി ഒന്ന് അലിഞ്ഞു വരണം. അപ്പോൾ നെയ്യ് നന്നായി അലിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മൈദ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം മൈദ ആഡ് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ ഞാൻ ഇതിലേക്ക് മൈദയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിൽ 2 കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഫ്ലെയിം എപ്പോഴും ലോയിലായിരിക്കണം, അതുപോലെ തന്നെ ഇത് ഒട്ടും ഡ്രൈ ആക്കി പോവുകയും ചെയ്യരുത്. അപ്പോൾ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഇത് നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വേറെ പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് വേറെ പാത്രത്തിലേക്ക് മാറ്റി വെക്കാൻ പോവുകയാണ്. അപ്പോൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഷുഗർ പാനിയാണ്. അപ്പോൾ ഞാൻ ഇതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ആ പാൻ ഒന്ന് ക്ലീൻ ആക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് വേണ്ടത് നേരത്തെ യൂസ് ചെയ്ത ആ ടീ കപ്പിൽ തന്നെ 1/2 കപ്പ് വെള്ളം കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ അതും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. ഈ പഞ്ചസാര നന്നായിട്ട് ഇതിൽ അലിഞ്ഞു വരണം. നന്നായി തിളച്ച് വരികയും വേണം. അപ്പോൾ നമുക്ക് ഇതൊരു 5 മിനിറ്റ് തിളക്കാൻ വെക്കാം. അതും ലോ ഫ്ലെയിമിൽ വേണം. ഇപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. നന്നായി കട്ടിയായിട്ട് വരണം. ഈ ടൈമിൽ തന്നെ നമുക്ക് സെറ്റ് ചെയ്യേണ്ട പാത്രം എടുക്കാം. അപ്പോൾ ഞാൻ ഇതിൽ യൂസ് ചെയ്തൊരു സ്റ്റീൽ പാത്രമാണ്. അതിൽ നെയ്യ് മൊത്തം പുരട്ടി കൊടുത്തിട്ടുണ്ട്. ഇതിൽ വേണം നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്, നല്ല സ്റ്റിക്കായി വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ഫ്ലേവറിന് വേണ്ടി ഏലക്കയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായി കട്ടിയായി വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഒന്ന് ലോയിലാക്കിയിട്ട് വേണം മിക്സ് ആഡ് ചെയ്ത് കൊടുക്കാൻ. ഇനി നമുക്ക് ഇതിലേക്ക് ആ മൈദയുടെ മിക്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഒട്ടും കട്ടകളൊന്നും ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ മിൽക്ക് മെയ്ഡിൻ്റെ രൂപത്തിലാകണം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. കട്ടകളൊക്കെ അലിഞ്ഞു പോകുന്ന രീതിയിൽ വേണം ചെയ്യാനായിട്ട്. എപ്പോഴും മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ നമുക്ക് മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കാം. ഇപ്പോൾ നന്നായി മിക്സായി വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് പാൽപ്പൊടിയും കൂടി ആഡ് ചെയ്യണം. അപ്പോൾ ഞാൻ പാൽപ്പൊടിയും കൂടി ആഡ് ചെയ്യാണ്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ പാനിൽ നിന്നും വിട്ട് കിട്ടുന്ന രീതിയിലാകണം. അപ്പോൾ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഷുഗർ സിറപ്പിൻ്റെ കൺസിസ്റ്റൻസിനെ ബേസ് ചെയ്തിരിക്കും നമ്മൾ ഉണ്ടാക്കുന്ന സ്വീറ്റിൻ്റെ ടേസ്റ്റ്. അപ്പോൾ നല്ല കട്ടിയായി വന്നാലാണ് നമുക്ക് സ്വീറ്റിന് അത്രയും ടേസ്റ്റ് ഉണ്ടാകുള്ളൂ. അപ്പോൾ നന്നായി വന്നിട്ടുണ്ട്. നന്നായി പാനിൽ നിന്നും വിട്ട് കിട്ടുന്ന രീതി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെറ്റ് ചെയ്യുന്ന പാത്രത്തിലേക്ക് വേഗം ഒഴിച്ചു കൊടുക്കണം. പെട്ടെന്ന് ഇത് സെറ്റ് ആവുന്നതാണ്. ഇപ്പോൾ ഇത് നന്നായി ശരിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിത് ആ സ്റ്റീൽ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് വേണ്ട ഷേപ്പിൽ തന്നെ നമുക്കിത് സെറ്റ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ചൂടാറുന്നതിന് മുമ്പ് തന്നെ നമുക്ക് അതിൻ്റെ മുകളിലേക്ക് നട്ട്സും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഒന്ന് നട്ട്സ് ആഡ് ചെയ്ത് നമുക്കൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. നട്ട്സൊക്കെ ചൂടാറരുത്. ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് സെറ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. നമുക്ക് പുറത്ത് തന്നെ ഒരു 15 മിനിറ്റ് നമുക്ക് സെറ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ സെറ്റായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം ഇത് നന്നായിട്ട് വിട്ട് വരുന്നുണ്ട്. നല്ല കട്ടിയിൽ നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇഷ്ടപ്പെട്ട ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ജസ്റ്റ് വെറുതെ സൈഡ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ലെവൽ ചെയ്യുന്നതിന് വേണ്ടി ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് വരാം. അപ്പോൾ ഞാൻ ഇത് കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്.
ഫേസിൽ കാണുന്നത് പോലെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം ഇത് നല്ല സോഫ്റ്റ് ആണ്, നല്ല ടേസ്റ്റി ആണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ബേക്കറിയിൽ അതേ ടേസ്റ്റ് ആണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു. അസ്സലാമു അലൈക്കും.